നമ്മളിവിടെ കാര്യമായി ചർച്ചയ്ക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഹദീസ് നിഷേധം തന്നെയാണ്. ജിന്നും സിഹറൊന്നല്ല, അതൊക്കെ അനുബന്ധ വിഷയമാണ്. അതൊക്കെ ഇതിന് അനുബന്ധമായി വരുന്ന കാര്യമാണ്. ഇന്ന് ചർച്ചകളെ ജിന്നിലേക്ക് ഒതുക്കാൻ, ജിന്നോട് തേടാൻ പറ്റുമോ ഇല്ലേ എന്ന ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഒക്കെയാണ് MD-ക്കാരും CD-ക്കാരും അടക്കം എല്ലാ ടൈപ്പ് മനുഷ്യന്മാരും ഇപ്പം ശ്രമിക്കുന്നത്. ആ പൂതി തൽക്കാൻ അവിടെ വെക്കട്ടെ. ഒന്നാമത്തെ വിഷയം എന്താ? ഹദീസ് നിഷേധം തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂല. എണ്ണി 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 നിശ്ചയിച്ച ഹദീസുകളെ ലിസ്റ്റ് ചെയ്ത് ഇവിടെ സ്ക്രീനിൽ കാണിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടും ഏറ്റവും ചുരുങ്ങിയത് വെറുതെ വാദത്തിന് വേണ്ടിയെങ്കിലും ആ ഹദീസൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊന്ന് പ്രഖ്യാപിക്കാൻ പോലും അവർക്ക് ധൈര്യം ഉണ്ടായില്ലല്ലോ. ബാക്കിയൊക്കെ പോട്ടെ, വിശദാംശമൊന്നും വേണ്ട. നിങ്ങളെ കാണിച്ച 3751 ഹദീസും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നെങ്കിലും പറയാൻ അവർക്ക് സാധിക്കണ്ടേ? അത് കഴിയും, നമുക്ക് ഉറപ്പാണ്. അത് അവിടെ തന്നെയാണ് ചർച്ചയുടെ മർമ്മം. അതിൽ നിന്നാണ് ജിന്നും ശൈത്താനും സിഹറും ജിന്നുബാധയും അതേപോലെ സംസമും ഹജർ അസ്വദും അടക്കം എല്ലാ വിഷയങ്ങളും ഈ ബേസിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ആ ബേസിന് കാരണമായതോ തൗഹീദിന്റെ നിർവചനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പറഞ്ഞതിൽ നിന്ന് ഇവർ നടത്തിയ അട്ടിമറിയാണ്. അവർ നടത്തിയ ആ ഒരു മാറ്റം തന്നെയാണ് ഈ നിഷേധത്തിന് നിമിത്തമായി മാറിയതും. ഇതാണ് നമ്മുടെ ചർച്ചയുടെ മർമ്മം. ഹദീസ് നിഷേധമാണ് മർമ്മം. ആ ഹദീസ് നിഷേധത്തിന് നിമിത്തമായതോ തൗഹീദിന്റെ വ്യാഖ്യാനത്തിൽ, തൗഹീദിന്റെ നിർവചനത്തിൽ ഇവർ നടത്തിയ അട്ടിമറി, തട്ടിപ്പ്, അതാണ് നിഷേധത്തിന് നിമിത്തമായി മാറിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. കഴിഞ്ഞ 4 പരിപാടികളിലും നാം ഊന്നി പറഞ്ഞത് ഈ ഹദീസ് നിഷേധം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രോഗ്രാം ഹദീസ് നിഷേധം മതനിരാസത്തിലേക്ക് നമ്മൾ ഹെഡിങ് കൊടുത്തത്. വിഷയം തന്നെ അതായിരുന്നു, ഹദീസ് നിഷേധം മതനിരാസത്തിലേക്ക്. അതായത് നമ്മുടെ വിഷയം എന്തല്ല, ജിന്നിനെ വിളിക്കാൻ പറ്റുമോ പറ്റൂല എന്നല്ല, അങ്ങനത്തെ വിഷയമേ ഇല്ല. നേരെ മറിച്ച് ഹദീസ് നിഷേധം മതനിരാസത്തിലേക്ക് എന്നതാണ് ഒന്നാമത്തെ പ്രോഗ്രാമിന്റെ വിഷയം തന്നെ. ശേഷം 1-ാം ഖണ്ഡനം മുതൽ ഇന്നത്തെ ഖണ്ഡനം വരെയുള്ള ഈ 4 ഖണ്ഡനങ്ങളെയും വിഷയമോ പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ലാതെ, അല്ലാതെ വിജയപ്രദേശത്ത് ജിന്നിനെ വിളിക്കാം എന്നല്ല നമ്മൾ ഹെഡിങ്. അങ്ങനെ ഹെഡിങ്ങിൽ ഒരുത്തം പ്രസംഗം വെച്ചാൽ അതിന് മറുപടി പറയാൻ വിസ്തം മുമ്പിലുണ്ടാവും. അങ്ങനെ ആരെയും പ്രസംഗിച്ചാൽ അത് ഖണ്ഡിക്കുവാൻ, അതിന് മറുപടി പറയാൻ മുമ്പിലുണ്ടാവുക വിസ്തം ഓർഗനൈസേഷൻ ആയിരിക്കും. ഒരു സംശയം വേണ്ട.